നമസ്കാരം. ഏവർക്കും സഹകാരി റേസ് പ്ലസിൻ്റെ ഫൈൻഡിങ് ദ റൂട്ട് സീരീസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ 2025 നടന്ന ഒരു ഡിഗ്രി പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യനും ആ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത് ഏത് SCERT അല്ലെങ്കിൽ NCERT ഭാഗത്ത് നിന്നാണ് എന്നുള്ളതുമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: Which among the following were the important leaders of the വൈക്കം സത്യാഗ്രഹ? തന്നിരിക്കുന്നവയിൽ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ഓപ്ഷൻസ് നോക്കിക്കേ. ഒന്നാമത്തെ ആള് TK മാധവൻ, രണ്ടാമത്തെ ആള് KP കേശവ മേനോൻ, മൂന്നാമത്തേത് മന്നത്ത് പത്മനാഭൻ, നാലാമത് പറയുന്നു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള, അഞ്ചാമത്തെ ആള് CV കുഞ്ഞിരാമൻ. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഇനി നമുക്ക് ഇത് എവിടെ നിന്നാണ് വന്നതെന്ന് നോക്കാം. ഓക്കെ, എടാ ഈ ചോദ്യം വന്നേക്കുന്നത് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ 10ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിൽ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതെന്തൊക്കെയാണെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ ആണേ, എടാ നോക്കിക്കോ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ആ പോയിന്റ് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാവും? എന്തിനാണ് വൈക്കം സത്യാഗ്രഹം നടന്നത്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? എടാ അതായത് പണ്ട് ഈ വൈക്കം ക്ഷേത്രത്തിന് അടുത്തുകൂടിയുള്ള സഞ്ചാരപാതയിൽ ഈ മേൽജാതിക്കാർക്ക് മാത്രമേ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അതായത് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് ആ പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിനെതിരെ അവിടെയുള്ള ആൾക്കാർ എന്ത് ചെയ്തു? സംഘം കൂടി പ്രക്ഷോഭം ആരംഭിച്ചു. എന്തിനു വേണ്ടിയിട്ട്? അവർക്കും ബാക്കിയുള്ള ആൾക്കാരെ പോലെ തന്നെ എന്ത് ചെയ്യണം? പൊതുനിരത്തിലൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കണം, അതിനുവേണ്ടി ഞങ്ങൾക്കും അവകാശം തരണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ നടത്തിയ പ്രക്ഷോഭമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. ഓക്കെ ആണേ, നോക്കിക്കോടാ. ഇത് എന്നാണ് നടന്നതെന്ന് ഇതിൽ പറയുന്നുണ്ട്. എന്നാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്? 1924. ഓക്കെ, അപ്പോൾ 1924 എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അടുത്ത പോയിന്റ് നോക്കിക്കോ. TK മാധവന്റെ നേതൃത്വത്തിൽ നടന്ന ഈ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിച്ചു. അപ്പോൾ ഇതിന്റെ പ്രധാന നേതാവ് ആരാണ്? TK മാധവൻ. ഓക്കെ, പ്രധാന നേതാവ് ആരാണ്? TK മാധവനാണ്. അപ്പോൾ ഈ TK മാധവന്റെ നേതൃത്വത്തിലാണ് എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു? ഒരു സവർണ ജാഥ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. എടാ അത് കഴിഞ്ഞിട്ട് നോക്കിക്കോ. ഈ സമരങ്ങളെ തുടർന്നാണ് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ യാത്ര ചെയ്യാൻ അവർണ ജാതിക്കാർക്ക് അനുവാദം ലഭിക്കുന്നത്. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം മാത്രമാണ് താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാർക്ക് എന്ത് ചെയ്യാൻ പറ്റിയത്? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പൊതുനിരത്തിലൂടെ സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയത്. എടാ അപ്പം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? 1924 വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയാണ് വൈക്കം സത്യാഗ്രഹം നടന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടിയിട്ടാണ്? സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് സമീപത്തു കൂടിയുള്ള പൊതുനിരത്തുകളിൽ കൂടി പണ്ട് കാലത്ത് മേൽജാതിക്കാർക്ക് മാത്രമേ സഞ്ചരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ താഴ്ന്ന ജാതിക്കാർക്ക് അതുവഴി ആ വഴി ഉപയോഗിക്കണമെന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ ഒരു സമരമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന നേതാവിനെ നമ്മൾ പറഞ്ഞു. ആരാണ്? TK മാധവൻ. ആരാണ്? TK മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ വൈക്കം സത്യാഗ്രഹത്തിനോട് അനുബന്ധിച്ച് അല്ലെങ്കിൽ അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്തു? ഒരു സവർണ ജാഥ സംഘടിപ്പിച്ചു എന്നും പറയുന്നുണ്ട്. എടാ ഇത്രയും കാര്യങ്ങളാണ് ഈ 10ാം ക്ലാസ്സിലെ ഈ ചാപ്റ്ററിൽ പറയുന്നത്. നോക്കിക്കോ. അടുത്ത് നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിൽ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എടാ നോക്കിക്കോ. ഇവിടെ പറയുന്നു വൈക്കം ക്ഷേത്രത്തിന് 100 മീറ്റർ അകലെ സ്ഥാപിച്ചിരുന്ന ഒരു ബോർഡിൽ എഴുതിയിരുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ഈ ആദ്യം കാണുന്നത്. ഇതിൽ എന്താണ് പറയുന്നത്? അയിത്ത ജാതിക്കാർക്ക് പ്രവേശനം ഇല്ല. അയിത്ത ജാതിക്കാർ എന്ത് ചെയ്യാൻ പാടില്ല?
പ്രവേശിക്കാൻ പാടില്ല. ഓക്കെ, എടാ അതായത് നമ്മുടെ ഈ ദേശീയ പ്രസ്ഥാനങ്ങൾ ശക്തമാകുന്ന സമയത്താണ് എന്തുണ്ടാവുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. എന്തിനു വേണ്ടി? നമ്മൾ നേരത്തെ പറഞ്ഞു, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള റോഡിലൂടെ താഴ്ന്നതാണെന്ന് ഗണിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ എന്ത് ചെയ്തില്ല? അവർ സഞ്ചരിക്കാൻ അനുവദിച്ചിരുന്നില്ല. അപ്പോൾ ഈ വിവേചനങ്ങൾക്കെതിരായിട്ട് 1924 മാർച്ച് 30, ഡേറ്റ് പഠിച്ചു വെച്ചോ. 1924 മാർച്ച് 30 എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. നമ്മൾ മുന്നേ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ഇതിന്റെ പ്രധാനപ്പെട്ട നേതാവ് ആരാണ്? ടി.കെ. മാധവൻ ആണ്. ഓക്കെ, എടാ അപ്പൊ നോക്കിക്കേ, ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവ മേനോൻ തുടങ്ങിയവരാണ് ഈ സത്യാഗ്രഹം നയിച്ചത്. ആരൊക്കെയുണ്ട്? ടി.കെ. മാധവനുണ്ട്, അതുപോലെ കെ. കേളപ്പനുണ്ട്, പിന്നെ ആരുണ്ട്? കെ.പി. കേശവ മേനോനുണ്ട്. ഇത്രയും ആൾക്കാർ തുടങ്ങിയവർ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. അപ്പോൾ ദേശീയ ശ്രദ്ധ ആകർഷിച്ച വൈക്കം സത്യാഗ്രഹം ആരുടെ മധ്യസ്ഥതയിലാണ് അവസാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെയാണ്? അത് മഹാത്മാഗാന്ധിയുടെയാണ്. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരുടെ മധ്യസ്ഥതയിലാണ് അവസാനിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരുടെയാണ്? മഹാത്മാഗാന്ധിയുടെയാണ്. അങ്ങനെ ഈ സമരങ്ങൾക്കൊക്കെ ഒടുവിൽ 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ അതിൽ കൊടുത്തിട്ടുണ്ട്. കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെ ബാക്കിയെല്ലാം എന്ത് ചെയ്തു? ഹിന്ദു മതത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുറന്നു കൊടുക്കപ്പെട്ടു. അപ്പൊ എന്താണ് ഇതിൽ പറയുന്നത്? 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, കിഴക്കേ നടയിലുള്ള 2 പാതകൾ ഒഴികെയുള്ള എല്ലാ റോഡുകളും ആർക്ക് വേണ്ടി തുറക്കപ്പെട്ടു കൊടുത്തു? ബാക്കിയുള്ള ഹിന്ദുമതത്തിലെ ബാക്കിയുള്ള എല്ലാ വിഭാഗങ്ങൾക്കും വേണ്ടിയിട്ട് എന്ത് ചെയ്തു? തുറന്നു കൊടുക്കുകയാണ് ഉണ്ടായത്. ഓക്കെ, എടാ അപ്പൊ ഇതിൽ ഇത്രേ പറയുന്നുള്ളൂ. എടാ അപ്പൊ നമ്മൾ ഇതിൽ എന്താണ് പഠിച്ചത്? ആദ്യം പഠിച്ചത് എന്താണ്? അയിത്തജാതിക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല എന്നൊരു ബോർഡ് വൈക്കം ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ദേശീയ പ്രസ്ഥാനം ശക്തമാകുന്ന വേളയിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടാണ് എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. വൈക്കം ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള വഴിയിൽ കൂടി ആർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു? അവർണ വിഭാഗക്കാർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലായിരുന്നു. ആ സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നടന്ന സമരമാണ് എന്ത്? വൈക്കം സത്യാഗ്രഹം. ഇതിലെ പ്രധാനപ്പെട്ട നേതാക്കളെ നമ്മൾ പറഞ്ഞു. ടി.കെ. മാധവൻ, കെ. കേളപ്പൻ, കെ.പി. കേശവ മേനോൻ. അതുപോലെ തന്നെ 1924 മാർച്ച് 30 എന്ത് നടക്കുന്നത്? വൈക്കം സത്യാഗ്രഹം നടക്കുന്നതെന്ന് പറഞ്ഞു. മഹാത്മാഗാന്ധിയുടെ മധ്യസ്ഥതയിലാണ് ഈ സത്യാഗ്രഹം അവസാനിച്ചതെന്നും നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ പറഞ്ഞ പോയിന്റ് എന്തായിരുന്നു? 1925 നവംബർ 23 ക്ഷേത്രത്തിന്റെ 3 വശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ, കിഴക്കേ നടയിലേക്കുള്ള 2 പാതകൾ ഒഴികെയുള്ള ബാക്കി എല്ലാ റോഡുകളും എല്ലാ വിഭാഗങ്ങൾക്കും, ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗക്കാർക്കും തുറന്നു കൊടുക്കപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഓക്കെ, എടാ ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സവർണജാഥ എന്നാണ്. സവർണജാഥയെ കുറിച്ച് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എടാ എന്താണ് സവർണജാഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈക്കം സത്യാഗ്രഹത്തോടുള്ള ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു ജാഥ സംഘടിപ്പിച്ചു. ഇതിന്റെ പേരാണ് എന്ത്? സവർണ ജാഥ. അപ്പോൾ എന്താണ് സവർണ ജാഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആര്? മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ് എന്ത്? സവർണ ജാഥ. ഇത് എവിടെ നിന്ന് എങ്ങോട്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക്. എവിടെ നിന്ന് എങ്ങോട്ടാണ്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മന്നത്ത് പത്മനാഭൻ നടത്തിയതാണ് എന്ത്? സവർണ ജാഥ. നമുക്കിനി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് പോയിന്റുകളും കൂടി ഒന്ന് നോക്കാം. എടാ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. വൈക്കം സത്യാഗ്രഹം 1924 നടക്കുന്നത്. ഇന്ത്യയിൽ അയിത്തത്തിനെതിരായി നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ഏതാണ്? വൈക്കം സത്യാഗ്രഹമാണ്. അപ്പോൾ ഇന്ത്യയിൽ അയിത്തത്തിനെതിരായിട്ട് നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ഏത്? വൈക്കം സത്യാഗ്രഹം. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ് നോക്കിക്കോ.
നേരത്തെ പറഞ്ഞത് തന്നെയാണ്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യത്തിനായിട്ട് നടത്തിയ പ്രക്ഷോഭമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലൂടെ എന്തിനു വേണ്ടി? ഇമ്പോർട്ടൻ്റ് ആണ്, സഞ്ചാര സ്വാതന്ത്ര്യം. ഓക്കെ, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടത്തിയ പ്രക്ഷോഭമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. അടുത്തത് നോക്കിക്കോ. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം നോക്കിക്കഴിഞ്ഞാൽ 1924 മാർച്ച് 30-നാണ്. ഓക്കെ, അപ്പോൾ എന്നാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1924 മാർച്ച് 30-നാണ് വൈക്കം സത്യാഗ്രഹം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. അടുത്ത് നോക്കിക്കോ. 1924 മാർച്ച് 30-ന് സത്യാഗ്രഹം ആരംഭിച്ചു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ഈ സത്യാഗ്രഹം ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ ആളെ പഠിക്കുക, കുഞ്ഞാപ്പി. ഒന്നാമത്തെ ആളുടെ പേരെന്താണ്? കുഞ്ഞാപ്പി. രണ്ടാമത്തെ ആളാണ് ബാഹുലേയൻ. രണ്ടാമത്തെ ആളുടെ പേരെന്താണ്? ബാഹുലേയൻ. മൂന്നാമത്തെ ആളാരാണ്? ഗോവിന്ദ പണിക്കർ. മൂന്നാമത്തെ ആളാരാണ്? ഗോവിന്ദ പണിക്കർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു? 1924 മാർച്ച് 30-ന് സത്യാഗ്രഹം ആരംഭിച്ച വ്യക്തികൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു 3 പേരുടെ പേര് പഠിച്ചു. ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളാരാണ്? കുഞ്ഞാപ്പിയാണ്. രണ്ടാമത്തേത് ബാഹുലേയനാണ്. മൂന്നാമത്തെ ആളാണ് ആര്? ഗോവിന്ദ പണിക്കർ. അടുത്ത പോയിന്റ് നോക്കിക്കോടാ. അടുത്ത പോയിന്റ് ഇതാണ്, വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് TK മാധവനും KP കേശവമേനോനും ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വെച്ചോ. വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ TK മാധവനും അതുപോലെ തന്നെ ആരുണ്ട്? KP കേശവമേനോനും ഉണ്ട്. ഓക്കെ, ഇതിലെ മറ്റ് നേതാക്കൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? CV കുഞ്ഞിരാമൻ. ഒന്നാമത്തെ ആളാരാണ്? CV കുഞ്ഞിരാമൻ. K കേളപ്പൻ. അടുത്ത ആളാരാണ്? K കേളപ്പൻ. മന്നത്ത് പത്മനാഭൻ. അടുത്ത ആളാരാണ്? മന്നത്ത് പത്മനാഭൻ. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. കുരൂർ നീലകണ്ഠ പിള്ള. കുരൂർ നീലകണ്ഠ പിള്ള. അപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ആരൊക്കെയാണ്? TK മാധവനും KP കേശവമേനോനും ആണ്. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് വ്യക്തികൾ ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെ പറയാം? CV കുഞ്ഞിരാമനുണ്ട്, K കേളപ്പനുണ്ട്, മന്നത്ത് പത്മനാഭനുണ്ട്, ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ളയുണ്ട്, കുരൂർ നീലകണ്ഠ പിള്ളയുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും പേരാണ് വൈക്കം സത്യാഗ്രഹത്തിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അടുത്ത പോയിന്റ് നോക്കിക്കോ. വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ശ്രീമൂലം തിരുനാൾ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആരാണ്? ശ്രീമൂലം തിരുനാളാണ്. എടാ, അങ്ങനെയാണെങ്കിൽ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് റാണി സേതുലക്ഷ്മി ഭായി ആണ്. ഓക്കെ, അപ്പൊ പറഞ്ഞത് എന്തായിരുന്നു? വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ശ്രീമൂലം തിരുനാളാണ്. അതുപോലെ വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന സമയത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? റാണി സേതുലക്ഷ്മി ഭായി ആണ്. ഓക്കെ, എടാ അടുത്ത പോയിന്റ് നോക്കിക്കോ. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ T രാഘവയ്യ. ഓക്കെ, വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? T രാഘവയ്യ. അപ്പോൾ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീമൂലം തിരുനാളാണ്. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? റാണി സേതുലക്ഷ്മി ഭായി ആണ്. വൈക്കം സത്യാഗ്രഹ കാലത്തെ തിരുവിതാംകൂർ ദിവാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? T രാഘവയ്യ ആണ്. ഓക്കെ, എടാ അടുത്തത് നോക്കിക്കോ. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതിമത ഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത്. വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവായത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 നവംബർ 23-ന്. ഓക്കെ, 1925 നവംബർ 23-നാണ് വൈക്കം ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള നിരത്തുകൾ ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കാൻ ഉത്തരവ് ആയത്. അടുത്ത പോയിന്റ് നോക്കിക്കോ.
വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 1925 നവംബർ 23-നാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1925 നവംബർ 23-നാണ്. അതുപോലെ എത്ര നാളാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 603 ദിവസമാണ്. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹം എത്ര നാള് നീണ്ടു നിന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 603 ദിവസമാണ്. ഓക്കെ, തിരുവിതാംകൂറിലെ ക്ഷേത്ര നിരത്തുകളെല്ലാം എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം ചോദിച്ചു കഴിഞ്ഞാൽ അത് 1928 ഒന്നുകൂടി, തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായി തുറന്നു കൊടുത്തുകൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 1928. അടുത്ത പോയിന്റ് നോക്കിക്കോടാ. വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ. ഓക്കെ, അപ്പോൾ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച ഹിന്ദുക്കൾ അല്ലാത്ത ആൾക്കാർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 പേരുണ്ട്. ജോർജ് ജോസഫ്, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹ്മാൻ. ഓക്കെ, വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ആരൊക്കെയാണ്? ഒന്നാമത്തെ ആളാണ് ആര്? ജോർജ് ജോസഫ്. ഒന്നാമത്തെ ആളുടെ പേരെന്താണ്? ജോർജ് ജോസഫ്. രണ്ടാമത്തെ ആളാണ് PM സെബാസ്റ്റ്യൻ. രണ്ടാമത്തെ ആളാരാണ്? PM സെബാസ്റ്റ്യൻ. മൂന്നാമത്തെ ആളാണ് ആര്? അബ്ദുൾ റഹ്മാൻ. മൂന്നാമത്തെ ആളാരാണ്? അബ്ദുൾ റഹ്മാൻ. അപ്പോൾ വൈക്കം സത്യാഗ്രഹം അനുഷ്ഠിച്ച അഹിന്ദുക്കൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജോർജ് ജോസഫ് ഉണ്ട്, PM സെബാസ്റ്റ്യൻ ഉണ്ട്, അബ്ദുൾ റഹ്മാൻ ഉണ്ട്. ക്ലിയർ ആണേ? അടുത്ത പോയിന്റ് നോക്കിക്കോ. വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം എന്നാണ് ആചരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 2024-ലാണ്. ഓക്കെ, വൈക്കം സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആചരിച്ചത് എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നാണ്? 2024-ലാണ്. അടുത്ത പോയിന്റ് നോക്കിക്കോടാ. അടുത്ത പോയിന്റ് പറയുന്നത് ഇതിനെ കുറിച്ചിട്ടാണ്, സവർണജാഥ. ഓക്കെ, എന്താണ് സവർണജാഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈക്കം സത്യാഗ്രഹത്തെ അനുകൂലിച്ചുകൊണ്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണജാഥ സംഘടിപ്പിച്ചു. ആര്? മന്നത്ത് പത്മനാഭൻ. നമ്മുടെ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മന്നത്ത് പത്മനാഭനാണ് എന്ത് സംഘടിപ്പിക്കുന്നത്? സവർണജാഥ സംഘടിപ്പിച്ചത്. എന്തിനു വേണ്ടിയിട്ടാ? വൈക്കം സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എവിടെ നിന്ന്? വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ഒരു സവർണജാഥ സംഘടിപ്പിച്ചു. ആര്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, എടാ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തിനെ കുറിച്ചാ? വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചാണ്. ഓക്കെ, എടാ അപ്പോൾ നമ്മൾ തുടക്കത്തിലെ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ആ ക്വസ്റ്റ്യൻ? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേതാക്കന്മാർ ആരൊക്കെയാണ് എന്നുള്ളതായിരുന്നു ചോദ്യം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിക്കാണും. എടാ നോക്കിക്കോ, ആരൊക്കെ ഉണ്ടായിരുന്നു ഓപ്ഷനിൽ? TK മാധവൻ. TK മാധവൻ എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലേ? TK മാധവൻ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ആളാണ്. അടുത്ത ആൾ ആരാ? KP കേശവ മേനോൻ. ഇദ്ദേഹവും വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട ആള് തന്നെയാണ്. പിന്നെ പറഞ്ഞു മന്നത്ത് പത്മനാഭൻ. സവർണജാഥയൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ മന്നത്ത് പത്മനാഭന്റെ പേര് പറഞ്ഞായിരുന്നു. അപ്പൊ മന്നത്ത് പത്മനാഭനും വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ആളാണ്. പിന്നെ പറഞ്ഞു ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഈ പേരും നമ്മൾ ക്ലാസ്സിൽ പഠിച്ചതാണ്. പിന്നെ പറഞ്ഞത് ഏതാ? CV കുഞ്ഞിരാമൻ. CV കുഞ്ഞിരാമനും എന്താണ്? വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതിന്റെ ആൻസർ കിട്ടി. ആൻസർ എന്താണ്? ഓൾ ദ എബവ് ആണ്. അതായത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്ടാ? ശരിയാണല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് വൈക്കം സത്യാഗ്രഹത്തിനെ കുറിച്ചാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്